ഈ ഒരു വീഡിയോ കണ്ട സത്യം നമ്മളൊക്കെ നെഞ്ഞ് കളിക്കും. ഞാൻ വളരെ സങ്കടത്തോടും കണ്ണ് നിറഞ്ഞിട്ടാണ് വീഡിയോ കണ്ടു തീർത്തത്. കണ്ട താല്പര്യമില്ല ഉണ്ടായിട്ടല്ല, പക്ഷേ ഇത് കാണാക്കാൻ വയ്യ. നമ്മളെ മക്കളൊക്കെ ഇതൊക്കെ ഈ തല്ല് കിട്ടുന്ന കുട്ടികളൊക്കെ രക്ഷിതാക്കൾ ഇതൊക്കെ കണ്ട എന്തായിരിക്കും ഒരു വികാരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര ക്രിമിനൽസ് ഇതിപ്പം ഒരുപാട് കോട്ടയത്തോ തിരുവനന്തപുരത്തോ കൊല്ലത്തൊന്നും അല്ലത്. ഇത് നടക്കുന്നത് നമ്മളെ വേങ്ങര ഹയർ സെക്കൻഡറി സ്കൂളാണെന്നാണ് നമ്മളെ അറിവ്, ഹൈസ്കൂള്. ഇതൊക്കെ ഈ ഗ്രൂപ്പിലെ പോലെ ആൾക്കാർ മക്കൾ ഇതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ക്രിമിനൽസ് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാ ഗ്രൂപ്പുക്കും ഷെയർ ചെയ്യാം. എല്ലാ ഗ്രൂപ്പും ഷെയർ എല്ലാവരും കാണേണ്ടത്. എന്നിട്ട് കണ്ടിട്ട് ഈ ക്രിമിനൽസാണ് പോലൊക്കെ പക്ക നോക്കി നിങ്ങൾ ഇച്ചേക്ക് നട്ട് റോഡിൽ നിന്ന് ഗുണ്ട ലെവലിൽ ക്രൂരമായി മർദ്ദിച്ചിട്ട് അത് തടയാനൊരു നാട്ടുകാരോ ഒരു പോലീസ് പോട്ടെ, ആരും തയ്യാറില്ല. അധ്യാപകരവിടെ ഇല്ല. കുട്ടികളെ വെറുതെ എന്ത് വിദ്യാഭ്യാസമാണ് ഇവർക്കൊക്കെ കിട്ടുന്ന. ധാർമ്മികത എന്ന സംഭവമല്ല. സ്വന്തം കുട്ടികളെ അല്ല സ്വന്തം സബോർഡിനേറ്റിനെ സ്വന്തം കീഴിൽ പഠിക്കുക, അല്ലെങ്കിൽ താഴെ കുട്ടികളുടെ കരുണ ഒരു സ്നേഹമില്ലാതെ ഇത്രയും ക്രൂരത എങ്ങനെ ഇവർക്കൊക്കെ മനസ്സിൽ കയറിയത്. ഇതൊക്കെ പുറന്നല്ല, നമ്മളെ കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്കൊന്നും മദ്രസ പഠനം വേണ്ടത്ര കിട്ടിയിട്ടുണ്ടാവില്ല, വീട്ടിൽ നിന്ന് എല്ലാ സാഹചര്യം ഉണ്ടാവില്ല. കുട്ടികളെ രാവിലെ ഒരു ഗുണ്ടകളെ പോലെയാണ് വിട്ടുക. എന്താണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. വളരെ സങ്കടം തോന്നിയിട്ടത്. ഇത് നമ്മളെ ഈ വേങ്ങരയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരൊക്കെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അധ്യാപകരോ ബാക്കിയുള്ളവരൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ശ്രദ്ധിക്കും വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് മാക്സിമം ശരിയായി. കുട്ടികളെ ഈ ആക്രമിച്ച കുട്ടികൾ ചിലപ്പോൾ അടി കൊണ്ടുപോയി അതിലും വലിയ ക്രിമിനൽസ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഇവരൊക്കെ ഒരു തുടർ വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ക്രിമിനൽസാണ്. ഇവരൊക്കെ ജയിലിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ഇവരൊക്കെ തുടർ വിദ്യാഭ്യാസം പഠിച്ചിട്ട് ഇവരൊക്കെ മര്യാദ പഠിപ്പിക്കണം. അല്ലാതെ ഒന്നും ആരും കാണാതെ പോയാലൊന്നും ഒരിക്കലും ഇവരൊന്നും ശരിയാവില്ല. അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക. ഈ കുട്ടികളെ എക്സാം എഴുതുന്നതെന്നോ തുടർ പഠനത്തിനൊക്കെ തടഞ്ഞിട്ട് അവരൊക്കെ ജയിലിലേക്ക് വിടണം. അതാ വേണ്ടി. രാത്രി പെണ്ണൊക്കെ മെസ്സേജ് വന്നാൽ ഒറ്റയ്ക്ക് കൊണ്ടേന്ന് പറയുന്നിട്ടോ, കണ്ടിട്ടല്ലേ ഒറ്റയ്ക്ക് കൊണ്ടേന്ന് പറയുന്നിട്ടോ, ഒറ്റയ്ക്ക് കൊണ്ടേന്ന് പറയരുത്. മണ്ടി മണ്ടി എന്താ ഇവക്കത്ത് പോസ്റ്റ് ആരെ കത്തുക ടീം ഇതാക്കടേ. ടീമേ ഫുള്ളുണ്ട്. തൂറാസ് തൂറാസ് മണ്ടിന് ടീമേ